നമ്മുടെ പ്രപഞ്ചത്തിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഒരു ഗാലക്സിയെ കണ്ടെത്തിയിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ജേഴ്സ് GS-Z14-0 എന്നാണ് ഈ ഏൻഷ്യൻ ഗാലക്സിയുടെ പേര്. 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗാലക്സി. അതിനർത്ഥം 13.5 ബില്യൺ വർഷം മുമ്പുള്ള ഗാലക്സിയാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നാം കാണുന്നത്. ലൈറ്റിന് അത്രയും വർഷമെടുക്കും ഇവിടെ എത്താൻ. ജേഴ്സ് GS-Z14-0 എന്ന ഗാലക്സി നശിച്ചു പോവാണ്ട് ഇന്നുമുണ്ടെങ്കിൽ ഇവിടേക്കുള്ള ദൂരം 33.6 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. 13.5 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗാലക്സി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ദൂരം കൂടാൻ കാരണം? യൂണിവേഴ്സ് എക്സ്പാൻഷനാണ്. ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്പേസ് തന്നെ സ്ട്രെച്ച് ചെയ്യുകയാണ് എന്നർത്ഥം. ഉദാഹരണത്തിന്, ബലൂൺ വിറപ്പിക്കുമ്പോൾ അതിലെ 2 ഡോട്ടുകൾ തമ്മിൽ അകലുന്നത് പോലെ പ്രപഞ്ച വികാസം കാരണം പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റും സ്ട്രെച്ച് ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടപ്പെടുന്നത് പോലെ. ഇതിനാൽ പ്രകാശത്തിനൊരു റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ലൈറ്റിന് കൂടുതൽ റെഡ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നതിനർത്ഥം ഗാലക്സികൾ കൂടുതൽ അകലെയാണ് എന്നാണ്. സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് ഈ ലൈറ്റ് വിഭജിച്ച് ലൈനുകൾ എത്ര മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ ആ ഗാലക്സി എത്ര അകലെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ജേഴ്സ് GS-Z14-0 എന്ന ഗാലക്സിയുടെ റെഡ് ഷിഫ്റ്റ് 14 ആണ്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആണിത്. ഈ ഗാലക്സിയെ പഠിക്കുന്നത് വഴി പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള കുറേയധികം വിവരങ്ങൾ നമുക്ക് ലഭിക്കും.